നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ ഉമ്മയുടെ പൊരുത്തം ഇതുവരെ കിട്ടിയിട്ടില്ല. നോമ്പ് റമദാൻ മാസം സ്വീകാര്യമാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം പ്രിയപ്പെട്ട ഉമ്മാൻ്റെ, പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ, പ്രിയപ്പെട്ട ഗുരുനാഥന്മാരുടെ, പ്രിയപ്പെട്ട ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മറ്റു പ്രിയപ്പെട്ടവരുടെ ഗുരുത്വവും പൊരുത്തവും ഇല്ലെങ്കിൽ റമദാൻ സാധുവാവില്ല. കാരണം കേവലം ഒരു പട്ടിണി കിടക്കുക, ഭക്ഷണം ഒഴിവാക്കുക, കേവലം ചില കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല റമദാൻ. റമദാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ ചേഞ്ച്, ഒരു മാറ്റത്തിൻ്റെ പദ്ധതിയാണ് ശുദ്ധമായ റമദാൻ നമുക്ക് നൽകുന്നത്. റമദാൻ ആകുന്നതിൻ്റെ മുമ്പേ തന്നെ ചെയ്യേണ്ടതാണ്. വിട്ടുപോയവരുണ്ടെങ്കിൽ വേഗം മാതാവിൻ്റെ, പ്രിയപ്പെട്ട ഉപ്പയുടെ, ഉമ്മയുടെ, അതുപോലെ തന്നെ നമ്മുടെ ഗുരുനാഥന്മാരുടെ, നമ്മുടെ അയൽവാസികളുടെ ആ ഒരു സൗഹൃദ ബന്ധം നല്ല രീതിയിൽ വരണം. അല്ലാത്തവരുടെ ബന്ധങ്ങൾ കട്ട് ചെയ്തവരുടെ, ബന്ധങ്ങൾ മുറിച്ചവരുടെ, ഇല്ലാതാക്കിയവരുടെ, വെറുപ്പ്, ദേഷ്യം വെക്കുന്നവരുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് അതിൻ്റെ പരിപൂർണതയിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേഗം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക. എത്രയോ ഇരട്ടിയായിട്ട് നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കും.